പോലും ഇവിടെ ഈയിടെ ഒരു സംഗതി ഉണ്ടായതുപോലെ ഒരു അവാർഡിന് വേണ്ടി ഒരു അവാർഡിന് വേണ്ടി അന്വേഷിച്ചു വന്നു. അവിടുന്ന് ഒരു സമഗ്ര സാഹിത്യ അവാർഡിന് വേണ്ടി അവിടെ നിന്ന് ഒരു എൻക്വയറി നടത്തി. അപ്പോൾ ലോക്കൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ലോക്കൽ കമ്മിറ്റിക്കാരൻ ഈ ആളെ പറ്റി അന്വേഷിച്ചപ്പോൾ ലോക്കൽ കമ്മിറ്റിക്കാരൻ അറിയാം ഈ ആളെ പറ്റി. ഞാൻ പറഞ്ഞു തന്നതാണ്, ആദിവാസികളുടെ കാട് പിടിച്ചടക്കിയവരെ കുറിച്ച് പരാതി പറഞ്ഞ അല്ലെങ്കിൽ അതിന് ആക്ഷൻ എടുത്ത ഡെപ്യൂട്ടി കളക്ടറെ തള്ളിക്കളയാനും സ്ഥലം മാറ്റാനും ശ്രമിക്കുന്ന ഭരണകൂടം അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതെന്താണെന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെയാണ് അവിടുത്തെ MLA കട്ടുപണിച്ചതിനാണ് എതിരായിട്ട് ഈ മനുഷ്യൻ ആക്ഷൻ എടുത്തപ്പോൾ അയാൾ മാറ്റിയത്. അടുത്ത ആളെ കൊണ്ടത് വെച്ച് അത് നമ്മൾ വായിച്ചാണ് പത്രത്തിൽ. അങ്ങേര് വന്നപ്പോൾ ആക്ഷൻ ഇതുപോലെ തന്നെ വന്നപ്പോൾ അദ്ദേഹത്തെ മാറ്റി. അപ്പൊ എന്ത് ഭരണ അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ഭരണകർത്താക്കളായി മാറിയാണ് നമ്മുടെ ഭരണകൂടങ്ങൾ. അങ്ങനെ ഭരണകൂടങ്ങൾ നീങ്ങുമ്പോൾ എവിടെ സമാധാനം ഉണ്ടാവും, എവിടെ ശാന്തി ഉണ്ടാവും, എവിടെ അടുത്ത തലമുറ നന്നായിട്ട് വരും? ഒരിക്കലും നന്നായിട്ട് വരില്ല. അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പോലും അനുകൂലമായ പേരില്ലാത്ത അച്ഛനില്ലാത്ത ജീവൻ, മതമില്ലാത്ത ജീവൻ എന്നൊക്കെ പറഞ്ഞു വന്നില്ലേ ഒരു കാലത്ത്. മതമില്ലാത്ത ജീവൻ, മതത്തിന്റെ പേര് വേണ്ട. പിന്നെ ഈ നമ്മുടെ പാരമ്പര്യം തന്നെ ഋഷിപ്രോക്തമാണ് ഇവിടുത്തെ ഭാരതത്തിന്റെ. അവിടെ മതങ്ങളുടെ കാര്യങ്ങൾ തന്നെയാണ്. മതങ്ങളാണ് ഇവിടെ മനുഷ്യനെ നല്ല മനസ്സും നല്ല ചിന്തയും നല്ല എല്ലാം കൊടുത്തത് മതങ്ങളാണ്. വിദ്യാഭ്യാസവും ഇപ്പൊ അവിടെ നിന്ന് വിദ്യാഭ്യാസം ക്രൈസ്തവർ ഇവിടെ കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ഈ ആളുകൾ ഒന്നും മുകളിലേക്ക് വരില്ലായിരുന്നു. ഇവിടുത്തെ സവർണന്മാര് മാത്രം കിടന്നു ഭരിച്ച എന്തിനാ അംബേദ്കറെ പറ്റി നമ്മള് അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചാൽ നമുക്കറിയാം. ഒരു കൗപീനം മാത്രം കെട്ടിയിട്ട് അദ്ദേഹം വന്ന് വീടിന്റെ ഈ സ്കൂളിന്റെ പരിസരത്ത് വന്ന് ചാക്കിലിരുന്നാണ് കേട്ടിരുന്നത്. പക്ഷേ ക്രൈസ്തവരുടെ സ്കൂളുകൾ വന്നപ്പോഴാണ് അദ്ദേഹത്തിനെ അടുത്ത് കയറ്റിയിട്ട് പഠിപ്പിച്ചത്. ക്രൈസ്തവർ തന്നെയാണ് അദ്ദേഹത്തെ ഈ വലിയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നത്. IAS പഠിക്കുമ്പോൾ പോലും ക്രിസ്ത്യൻ ഒരു സാഹിബാണ് അദ്ദേഹത്തിന് എല്ലാ സഹായങ്ങളും ചെയ്തത്. IAS കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. IAS കഴിഞ്ഞ് ഇവിടെ വന്ന് അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥനായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് സവർണനായ പ്യൂൺ കടന്നു ചെല്ലൂലായിരുന്നു. പ്യൂൺ മൂല നിന്നിട്ട് ഫയൽ വലിച്ചെറിയുമായിരുന്നു. നമ്മുടെ ജനാധിപത്യ രാഷ്ട്രം അതിന്റെ നിയമസംഹിത ഉണ്ടാക്കിയ ആളാണ് അദ്ദേഹം. ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നിയമസംഹിത ഉണ്ടാക്കിയതാണ്. ലോകത്തിൽ ഇത്രയും നല്ല നിയമസംഹിത ഇല്ല എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. ആ മനുഷ്യന്റെ മുറിയിലേക്ക് കയറാതെ അപ്പുറത്തു നിന്ന് ഫയൽ വലിച്ചെറിയുന്ന സ്ഥിതിയാണ് നമ്മളുണ്ടായത്. ആരും നടപടി എടുത്തു? സായിപ്പ് വരച്ചിരുന്ന കാലത്താണ്. അതുപോലെ അദ്ദേഹത്തിന്റെ കണ്ണിൽ പെട്ടുണ്ടാവില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് സവർണ മേധാവിത്വത്തിന് എന്ത് ഭരണാധികാരികൾ വന്നാലും ഇതുവരെ വ്യത്യാസം വന്നിട്ടില്ല. വരേണ്യ വർഗത്തിനെയാണ് ഇപ്പൊ വരുന്ന ഭരണാധികാരികൾ സഹായിക്കുന്നത്. ഒരു കാര്യം കൂടി അതിനോട് ചേർത്തൊന്ന് ചോദിക്കുകയാണ്. അതായത് ഈ ഡോക്ടർ അംബേദ്കർ ഈ എഴുതിയെന്ന് പറയുന്ന ഈ ഭരണഘടന, ആ ഭരണഘടനയിൽ ഈ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിലേക്ക് വിടുന്ന ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങൾ മോശമാണെങ്കിൽ അത്തരക്കാരെ തിരിച്ചു പിടിക്കുവാനുള്ള ഒരു നിയമം അദ്ദേഹം എഴുതാതെ പോയതാണോ അത് എഴുതിയിട്ട് അത് മൂടി വെച്ചിരിക്കുകയാണ്? നമ്മുടെ നിയമം ഉണ്ടല്ലോ. എന്തുകൊണ്ട് ആ നിയമം നമുക്ക് അതുണ്ടാവില്ല? കാരണം രാഷ്ട്രീയക്കാരിൽ അധികാരത്തിലിരിക്കുന്ന മുഴുവൻ സൗകര്യമില്ല. മാത്രം ഇംപീച്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ. MLA ഇരുന്നതാണ് അവിടെ 5 കൊല്ലം വരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. 5 കൊല്ലാണെങ്കിൽ സമാധാനമുണ്ട്. ഈ മനുഷ്യൻ മരിക്കുന്നവരെ ഇരിക്കും. ഇനി മരിച്ചാലും കിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയോ മകളോ തലമുറ ഭരിക്കുകയാണ് രാജാക്കന്മാരുടെ പോലെ. അല്ല, ഇത് തന്നെയാണ് ഈ ഇപ്പൊ സിനിമയിലാണെങ്കിലും തലമുറയായിട്ടുള്ള അഭിനയമാണ്. അല്ല, അതിലും വലിയ അഭിനയമാണ് ജനാധിപത്യ ഭരണത്തിൽ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തലമുറകൾ ഇങ്ങനെ മാറി ഈ രാജ്യത്ത് ഈ ഭൂമിയിലെ രാജാക്കന്മാരായി ഒക്കെ ഇങ്ങനെ അഴിഞ്ഞാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ വലിയ നേതാക്കന്മാരുടെയൊക്കെ മക്കളുടെയൊക്കെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഇവർക്കൊക്കെ ഇതേപോലെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുവാനും പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് അപ്പന്മാരുടെ അധികാരത്തിലാണ്, അപ്പന്മാരുടെ ബലത്തിലാണ്. അപ്പോൾ ഇത് മാറണമെന്നുണ്ടെങ്കിൽ
ഇത് ജനാധിപത്യ സംവിധാനത്തിൽ ഇന്നത്തെ നിയമം അനുസരിച്ച് നേരത്തെ മേഡം പറഞ്ഞതുപോലെ തന്നെ ഇത് മാറാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം നിലനിൽക്കുന്ന കാലം തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കും. തെരഞ്ഞെടുപ്പിൽ മാറി മാറി ഓരോ സർക്കാർ വരും, അവർക്ക് തോന്നുന്ന പോലെ അവർ ചെയ്യും. ഇതിന്റെ തിക്താനുഭവങ്ങൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. അത് സത്യമാണ്. പക്ഷെ ഇവിടെ നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട അവസാനത്തെ കച്ചത്തുരുമ്പാണ് സാധാരണക്കാരന്റെ ഈ ജുഡീഷ്യറി എന്ന് പറയുന്നത്. നമ്മുടെ ജഡ്ജിമാർക്ക് ഇതിനെതിരെ ശക്തമായ നിയമം ഉണ്ടാക്കാൻ സാധിക്കും. അതിനെ ജനങ്ങളെ സപ്പോർട്ടും ചെയ്യും. കാരണം ജനങ്ങൾ അത്രമാത്രം പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാല് ഇത് നടപടി ചെയ്യേണ്ടത് ആരാ? എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടത് അത് ഭരണാധികാരികളാണ്. കോടതിക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പവറില്ല. നിയമം കൊണ്ടുവരാം, ഇന്നെ ചെയ്യണമെന്ന് പറയാം. പക്ഷെ നടപടിയിലെടുക്കേണ്ടത് ആരാ? ഈ ഭരണാധികാരി. ഇവര് ചെയ്യുവോ? ചെയ്യില്ല. അതിനൊരു ഉദാഹരണമുണ്ട്. ഇപ്പോൾ ശുംഭന്മാരെന്ന് ബഹുമാനപ്പെട്ട കോടതികളെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചില്ലേ? ആ ശുംഭന്മാരെന്ന് വിളിച്ച ആ വ്യക്തിയെ, അയാൾ ആരായിരുന്നാൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുവാനായിട്ട് പല നിയമങ്ങളും മാറുന്നു. പക്ഷെ വളരെ ശക്തമായിട്ട് ഒരു പഴുത് പോലും ഇല്ലാത്ത രീതിയിൽ അടച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്യാനുള്ള ഉത്തരവിട്ടത്. അതിലാണ് ഇപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ പോലീസ് കരുത്തന്മാരാണ്. നമ്മുടെ പോലീസിന് വിവരമുണ്ട്, അവർക്ക് വിവരമുണ്ട്, അവർ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഒരാളെ പിടിച്ചുകൊണ്ടെന്ന് അല്ലെങ്കിൽ ഒരാളുടെ പേര് നടപടി എടുത്താൽ ഉടനെ മോളെ ചെയ്ത് വിലങ്ങുവരില്ലേ? സിനിമ കാണുന്ന പോലെ അല്ല. അതിലും ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ പോലീസിൽ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പോലീസ്, കോൺഗ്രസ് പോലീസ് എന്നൊക്കെ പറഞ്ഞ് ഒരു രാഷ്ട്രീയ പേരിട്ട് വിളിക്കേണ്ട പോലീസുകാരുടെ പ്രവർത്തനം നടക്കുന്നത് സത്യമാണ്, പറഞ്ഞത് ശരിയാണ്. കാരണം ഈ പോലീസുകാരെ നേരത്തെ നമ്മുടെ മേഡം പറഞ്ഞതുപോലെ കേരളത്തിലെ പോലീസുകാരെ പോലെ ഇത്രക്ക് പവർഫുൾ ആയിട്ടുള്ള കുറ്റനിർവഹണ കാര്യങ്ങളിൽ ശക്തമായിട്ട് നടപടിയെടുക്കുവാനും കുറ്റവാളികളെ പിടിക്കുവാൻ കഴിവുള്ള വേറൊരു പോലീസ് കേരള പോലീസ് പോലും ഇല്ല. പക്ഷെ ഈ പോലീസുകാരെ ദുർബലമാക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നതും അവരെ ചവിട്ടിത്താട്ടുന്നതും കസക്കേറിയുന്നതും ഇവിടുത്തെ ഭരണകൂടങ്ങളാണ്. ഈ രാഷ്ട്രീയ ഭരണകൂടങ്ങളാണ് ഈ പോലീസിനെ കൊണ്ട് എടുക്കാൻ പാടില്ലാത്ത എല്ലാ മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിനെതിരെ നമുക്ക് ചില സന്ദർഭങ്ങളിൽ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് ശക്തമായ കാര്യങ്ങൾ വരുന്നില്ലേ? അപ്പോൾ ജുഡീഷ്യറിക്ക് എടുക്കാം, ഇംപീച്ച് ചെയ്യാമെന്നുള്ളത് അത് ഒരു റൈറ്റാണ്. അല്ല, പ്രസിഡന്റിനെ മാത്രമാണ്, വേറെ അല്ല. പ്രസിഡന്റിന് മാത്രം പോരാ, മറ്റുള്ളവരെയും അവിടുത്തെ തീരുമാനം. പാർലമെന്റില് ഒരു സ്ഥാനം കൊണ്ടാൽ ശരിയാവുക. ഈ വിദ്യാഭ്യാസം 10ാം ക്ലാസ് അതായത് SSLC എങ്കിലും കഴിയാത്തവനെ ഇലക്ഷൻ നിർത്താൻ പാടുന്ന നിയമം അവിടെ കൊണ്ടിട്ട് എന്തായി? വെറുതെ പൊളിഞ്ഞു പോയില്ലേ? എല്ലാ രാഷ്ട്രീയക്കാരും അത് വേണ്ട എന്ന തീരുമാനമെടുത്ത് നമ്മള് ശക്തമായ രീതിയിൽ നമ്മളുടെ നിയമങ്ങള്, നമ്മൾക്ക് നിലവിലുള്ള നിയമങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ശക്തമായ നിയമങ്ങൾ കർക്കശമായ രീതിയിൽ എടുക്കുന്ന ഒരു ജുഡീഷ്യറി നമ്മൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറെയൊക്കെ മാറ്റം വരുത്താൻ സാധിക്കും. കാരണം ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ആ ഹെഡിങ് തന്നെ വായിക്കുമ്പോൾ ജനങ്ങൾക്ക് സന്തോഷമാണ്. അതുപോലെ തന്നെ അത് കേൾക്കുമ്പോൾ മറ്റുള്ള അതിക്രമങ്ങൾ നടത്തുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷെ ഇതിനോട് ചേർത്തുകൊണ്ട് തന്നെ നടപടികൾ ഉണ്ടാകണം. കാരണം കാര്യങ്ങൾ തുറന്നു പറയുന്നവനെ കുറ്റക്കാരനാക്കി മാറ്റുക, അവന്റെ പേരിൽ നടപടിയെടുക്കുക, ശിക്ഷിക്കുക എന്നുള്ള ഒരു സംവിധാനം നേരത്തെ ഇവിടെ മോളം പറഞ്ഞു കഴിഞ്ഞു. അത് മാറണം. കുറ്റം ചെയ്തതിനെ ശരിയായ രീതിയിൽ അവർ ശിക്ഷ കൊടുക്കണം. അപ്പോൾ നമുക്ക് സാറിലേക്ക് വരാം. ഏതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഈ ബസ്താദ എന്ന് പറയുന്ന മാഗസിന്റെ എഡിറ്ററാണ്. അച്ഛന് എന്തോ ഒക്കെ ഇനിയും പറയാനുണ്ട്, പറഞ്ഞോളൂ. അച്ഛന്റെ അഭിപ്രായം എന്താണ്? ചേർത്ത് തന്നെ പറഞ്ഞു. ഈ മധുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആദിവാസികൾക്ക് ഇപ്പോൾ സാറ് പറഞ്ഞ 13 പഞ്ചവത്സര പദ്ധതികൾ ഇതുവരെയും ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുണ്ട്. അത് നിശ്ചിത ഫണ്ട് ആദിവാസികൾക്കും പിന്നെ അങ്ങനെയുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ് അങ്ങനെയുള്ളവർക്ക് നിശ്ചിത ഫണ്ട് നീക്കി വെച്ചിട്ടുള്ള ഇത് പറഞ്ഞു. അപ്പം ഇവരുടെ കയ്യിലേക്ക് എത്തുന്നില്ല. ഓരോ ഗവൺമെൻറ് എല്ലാ വർഷത്തിലും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിൽ പ്രഖ്യാപിക്കുന്ന ബഡ്ജറ്റിൽ എത്രത്തോളം ഇത് നടപ്പാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിലയിരുത്തൽ നമ്മൾ അങ്ങനെ ഒരു വിലയിരുത്തലില്ല. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തു, ബഡ്ജറ്റ് അനൗൺസ് ചെയ്തു, പക്ഷേ എന്തുമാത്രം നടപ്പാകുന്നുണ്ട് എന്നുള്ളത് ആരും അന്വേഷിക്കാറില്ല. അതിനെ കുറിച്ചൊരു ഒരറിവില്ല. അതെ. അപ്പൊ അങ്ങനെയുള്ളൊരു സംവിധാനം, ഒരു ഫീഡ്ബാക്ക്, അതിനൊരു സംവിധാനം
ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് പദ്ധതികൾ നടപ്പാക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അല്ല, അവർക്ക് ഈ അനുവദിക്കുന്ന ഫണ്ടുകൾ വേണ്ട രീതിയിൽ അവർക്ക് ലഭിക്കാത്ത രീതിയിൽ പോവുകയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഇതിൽ ചുമതലപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ള മറ്റധികാരികളുണ്ടല്ലോ, അവർക്ക് ഇതിനകത്ത് എന്ത് ചെയ്യുവാൻ കഴിയുന്നുണ്ട്? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയുന്നുണ്ട്? ഇപ്പൊ ഈ മധുവായാലും വേറെ പലരും നമ്മുടെ ഇവിടെ കൊലയപ്പെട്ടിട്ടുണ്ട്. ഇവർക്കൊക്കെ ഈ 10 ലക്ഷം രൂപ വീതം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നുണ്ട്. 10 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ അപ്പോഴത് കൊടുത്തിട്ടില്ല. കൊടുക്കുവാനായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, കൊടുക്കുമെന്ന് പറയുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണമല്ല കൊടുക്കേണ്ടത്. ഈ കൊല ചെയ്യപ്പെട്ട ആളിനെ കൊടുക്കുന്ന ഈ 10 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറയുന്ന 10 ലക്ഷം രൂപ ഈ മധുവിനെ പോലെ തന്നെ പീഡനങ്ങൾ അനുഭവിക്കുന്ന നിരവധി മധുമാര് വേറെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി, അവരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി, അവരെ സഹായിക്കുന്നതിന് വേണ്ടി, രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആണ് ചെയ്യേണ്ടത്. കാരണം ഇപ്പൊ മധുവിന്റെ ഫാമിലി, അമ്മയും സഹോദരിമാരും ഒക്കെ ഒരു തരക്കേടില്ലാത്ത പൊസിഷനിൽ ഇരിക്കുന്നവരാണ്. അവർക്ക് എന്തുകൊണ്ട് മധുവിനെ സംരക്ഷിക്കാൻ സാധിച്ചില്ല? അവനെ കൊല ചെയ്തു കഴിഞ്ഞപ്പോൾ അവന്റെ പേരിൽ കിട്ടുന്ന പണം അവർ മേടിക്കും. ഇതിപ്പോ നമ്മൾ ഇതുപോലെ തന്നെ ഈ പണം മേടിച്ചവർ സൂചിക്കുകയാണ്. അത് കൊടുക്കാൻ പാടില്ല, പണം കൊടുക്കരുത്. കാരണം മധുവിനെ പോലെ തന്നെ ഗുഹയ്ക്കുള്ളിലും കാടിനുള്ളിലും ഒക്കെ പീഡനങ്ങൾ അനുഭവിച്ചു കഴിയുന്ന നിരവധി മധുമാരുണ്ട്. അവരുടെ പുനരുദ്ധാരണത്തിനും അവരെ സഹായിക്കുന്നതിനും വേണ്ടി വേണം ആ പണം കൊടുക്കേണ്ടത്. അത് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് ഞങ്ങൾ അത് തുറന്നു തന്നെ പറയുകയാണ്. മധുവിന്റെ കുടുംബത്തിനല്ല പൈസ കൊടുക്കേണ്ടത്. ഇതുപോലെയുള്ള മധുമാരുണ്ട്. കൊല ചെയ്യപ്പെട്ട ഈ മധുവിനെ പോലെ തന്നെ നിരവധി മധുമാര് നമ്മളുടെ ഗുഹയ്ക്കുള്ളിലും കാടിനുള്ളിലും ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള മധുമാരെ അവരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഈ പണം കൊടുക്കേണ്ടത്. കാരണം മധുവിന്റെ സഹോദരങ്ങളും അമ്മയും അതുപോലെയുള്ള ആളുകളും ഒക്കെ വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ മധുവിന് ഇങ്ങനെയുള്ള ഒരു ഗതി വരില്ലായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തില് ഇവന്റെ പണം മേടിച്ച് അവർക്ക് സൂഹിക്കാനുള്ള സാഹചര്യം ഗവൺമെന്റ് ചെയ്യരുത്. അത് മാത്രമല്ല, ഇവിടെ വേറെയും ചില കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. പെരുമ്പാവൂർ നടന്നൊരു കൊലപാതകം, ജിഷയുടെ കൊലപാതകം. നമ്മൾ സത്യത്തിലേക്ക് വരുമ്പോൾ നീതിയുടെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നീതി തേടിയെന്ന പ്രോഗ്രാമിലൂടെ തുറന്നു തന്നെ പറയുകയാണ്. ജിഷയുടെ കൊലപാതകത്തില് ജിഷയുടെ സിസ്റ്ററും ജിഷയായിട്ടും 1 വർഷത്തിലധികമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് പലതവണ ജിഷയുടെ സഹോദരി തന്നെ പറയുന്നുണ്ട്. അതെ. പക്ഷെ എന്നിട്ട് ആ സഹോദരിക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ജോലി മേഡത്തിലേക്ക് വരാം, അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് വേറൊരു സത്യം നടന്നിട്ടുണ്ട്. ജിഷ കൊല ചെയ്യപ്പെട്ടത് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയിൽ നിന്നാണ്. അതിന്റെ കാരണക്കാരൻ ഓട്ടോറിക്ഷ തൊഴിലാളിയാണെന്ന് പറഞ്ഞ് പോലീസില് കംപ്ലൈന്റ് കൊടുത്തു. ആ ഓട്ടോറിക്ഷ തൊഴിലാളിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു, മാനസികമായി സമനില തെറ്റി അയാൾ ആത്മഹത്യ ചെയ്തു. എന്നാൽ യഥാർത്ഥ കൊലപാതകയെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ കൊല ചെയ്യപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളി അയാൾക്ക് വേണ്ടി എന്ത് നീതി ഇവിടെ കൊടുത്തു? ജിഷയുടെ പേരിൽ കിട്ടിയ പണം, ആ പണമൊക്കെ മേടിച്ച് സുഖമായിട്ട് സിനിമാ താരത്തെ പോലെ വിലസറിയാണെന്ന് പലരും, ഒരു ബന്ധമില്ലെന്നും പറഞ്ഞ് നടന്നിരുന്ന ആൾക്കാരൊക്കെ ബന്ധുക്കളായി വരികയും അവർക്കൊക്കെ സാമ്പത്തിക സഹായം ഗവൺമെന്റിൽ നിന്ന് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ മോശമാണ്. കാരണം ജിഷ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ കൊലപാതകി ശിക്ഷിക്കപ്പെടണം. അത് നമ്മുടെ എല്ലാവരുടെയും. ഇതിനിടയ്ക്ക് ജിഷയുടെ അച്ഛൻ മരിച്ചു. അദ്ദേഹത്തിന് ആകെ കൂടി ആരോ കൊടുത്ത 1000 രൂപ കിട്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് നല്ലൊരു മരണമോ നല്ലൊരു ജീവിതമോ ഉണ്ടായിട്ടില്ല. ഇത് ഗവൺമെന്റിന്റെ നിലനിൽപ്പിനും ഗവൺമെന്റിന്റെ സമാധാന ആ അന്തരീക്ഷത്തിനും വേണ്ടി 10 ലക്ഷമോ 20 ലക്ഷമോ രൂപയൊക്കെ പ്രഖ്യാപിക്കും, തൊഴിലും ഒക്കെ കൊടുക്കും, അങ്ങനെ പല ആനുകൂല്യങ്ങളും വരും. പക്ഷെ അതല്ല ശരിക്കും ഇവിടെ നടക്കേണ്ടത്. ഇവിടെ വേറൊരു മതം ഉണ്ടാവരുത്, വേറൊരു ജിഷയുണ്ടാവരുത്. നമ്മുടെ നാട്ടില്, നമ്മുടെ രാജ്യത്ത് സമാധാനപരമായി ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണം. കൊലപാതകം ചെയ്യുന്നവരെ അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുചെല്ലുക മാത്രമല്ല, ഒരിക്കലും വെളിച്ചം കാണാത്ത രീതിയിൽ അവരെ കൽത്തുറങ്ങി നടക്കണം. അങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മളുടെ ഇവിടെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ നിയമം എന്ന് പറയുന്നതിന് ജനങ്ങളുടെ ഇടയിൽ അർത്ഥം ഉണ്ടാവുകയുള്ളൂ. നമ്മളിത് മുഖം നോക്കാതെ പറയുന്നത്. കാരണം പല ആളുകളും ഈ മദ്യത്തിനും കാശിനൊക്കെ വേണ്ടി പലതും എഴുതി വളച്ചൊടിച്ച് തിരിച്ചൊടിച്ചാൽ വിടാറുണ്ട്. ജോഷി ജോർജൊക്കെ ഒരുപാട് വർഷങ്ങൾ മാധ്യമ രംഗത്ത് പ്രവർത്തിച്ചാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സത്യസന്ധതയുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാമിൽ ഇത്രയും വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ വീണ്ടും
ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കർശനമായ നിയമം ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ബസാറ എന്ന മാഗസിനിൽ ഒരു റെനി ജോർജിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ റെനി ജോർജിനെ കുറിച്ച് ഒരു സാക്ഷ്യം നമ്മുടെ സിബി മാത്യു, പോലീസ് ഓഫീസറായിരുന്ന സിബി മാത്യു പറയുന്നുണ്ട്. ഇപ്പൊ റെനി ജോർജിനെ കുറിച്ച് ഇദ്ദേഹം ഒരു വലിയൊരു കുറ്റവാളിയായിരുന്നു. ഈ റെനി ജോർജ് എന്ന് പറയുന്നത് വലിയൊരു കുറ്റവാളിയായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. അപ്പൊ ഈ റെനി ജോർജിനെ കുറിച്ച് നമ്മുടെ സിബി മാത്യു വളരെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഈ മാഗസിനിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഇത് ആധികാരികമായിട്ട് ജോഷി ജോർജ് പറഞ്ഞു. റെനി ജോർജ് ഒരു കോട്ടയംകാരനാണ്. ഈ മനുഷ്യൻ മദ്രാസിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിന് വേണ്ടി പോയതാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും സംഭവിക്കുന്നത് മാതാപിതാക്കളുടെ സാമീപ്യമില്ലാതെ വന്നാൽ തെറ്റിപ്പോകാവുന്ന പല സന്ദർഭങ്ങളും. ഇതുപോലെ തന്നെ മയക്കുമരുന്നിനും മദ്യത്തിനും ഒക്കെ അടിമയായി ഒരു ലോഡ്ജിൽ താമസവും ക്ലാസ്സിൽ വല്ലപ്പോഴും ചെല്ലുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ മയക്കുമരുന്ന് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കുറേ പണം ഉണ്ടാക്കും. അപ്പോൾ സ്വന്തം വീട്ടിൽ ആഭരണം തട്ടിയെടുത്തുകൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പണയം വെച്ചത് പണം സംഘടിപ്പിക്കാമെന്നാണ് ധരിച്ചത്. അങ്ങനെ അതിനു വേണ്ടി 3 പേര്, റെനി ഉൾപ്പെടെ 3 പേര് തയ്യാറായി ഒരു വാഹനത്തിൽ കയറി പോരാൻ നേരത്ത് അവിടെ പഠിക്കുന്ന ഒരു നൈജീരിയക്കാരൻ, ഇതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിപ്പോയി. ആ മനുഷ്യൻ നിങ്ങൾ എങ്ങോട്ടാ പോകണമെന്ന് വെച്ചപ്പോൾ കേരളത്തിലേക്കാണെന്ന് ഞാനും പോയിരുന്നു എന്ന് പറഞ്ഞ അറിയിച്ചത്. അങ്ങനെ വന്ന് തിരുവല്ലയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പെട്രോൾ ബങ്കിൽ വെച്ചിട്ടാണ് ഈ റെനി അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു വീട് കരിക്കൻ ജില്ലയിലുണ്ടെന്ന് മനസ്സിലാക്കി. അറിയാവുന്നതാണ്. അപ്പോൾ അവിടെ ഒന്ന് കയറി കളയാൻ വിചാരിച്ച് യാദൃശ്യമായിട്ടില്ല. മക്കളില്ലാതെ താമസിക്കുന്ന 2 ദമ്പതിമാർ. സൽക്കാരവും കഴിഞ്ഞതിൻ്റെ കൂട്ടത്തിലാണ് അദ്ദേഹത്തിൽ നിന്ന് ഒരു സ്വർണ്ണ ചെയിൻ, ഒരു 15 പവൻ ആ സ്വർണ്ണ ചെയിനിലേക്ക് ദൃഷ്ടി വരികയും ഇനിയിപ്പോൾ സ്വന്തം വീട്ടിലേക്ക് പോയി അവിടെ നിന്നൊക്കെ എടുക്കുന്നതിനേക്കാൾ എളുപ്പതാണെന്നുള്ള വിചാരിച്ചിട്ട് ഇത് അപഹരിക്കാനുള്ള ശ്രമത്തിനായിട്ട് മൽപ്പിടുത്തം നടത്തുകയും ആള് താഴെ എഴുതി. ഇത് കണ്ടുവന്ന ഭാര്യയും പിടിച്ചു വീഴ്ത്തി അവർക്ക് ആവശ്യമുള്ള കാര്യം തോന്നി. ഇദ്ദേഹത്തെ പിടികൂടിയത് ഒരു വാക്കിൽ നിന്നാണ്. അവിടുത്തെ വേലക്കാരി പോകാൻ നേരത്ത് നിൽക്കുമ്പോഴാണ് ഇവർ ഈ സംഘം അവിടെ ചെല്ലുന്നത്. അപ്പോൾ ആരാണ് വന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ മദ്രാസിലെ മോനൊക്കെ വന്നിട്ടാണ് നീ നാളെ നേരത്തെ വരണം എന്ന് ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഈ കേസ് തെളിഞ്ഞത്. ഈ വേലക്കാരി അവസാനം ഈ മദ്രാസിലെ മോൻ വന്നിരുന്നു എന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ഇദ്ദേഹത്തെ റെനിയെ പിടിച്ചത്. റെനി നല്ല ചെറുപ്പക്കാരൻ. പിടിച്ചു കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നക്കാരനായി. പിടിച്ചപ്പോൾ വളരെ കൂളായിട്ടൊക്കെ പോകുന്നെങ്കിലും ജയിലിലെ ശിക്ഷ അനുഭവിച്ചു. സിബി മാത്യുവൊക്കെയാണ് അതിന് അന്വേഷണം നടത്തിയത്. ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു പരോളിൽ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും പണം ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലാൻ വേണ്ടിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ജയിൽ ജീവിതം സുഭിക്ഷമാണ് അവർക്ക്. കാരണം പുറം ലോകത്തുള്ള ശത്രുക്കൾ പോലും അതിനകത്തില്ല. അപ്പോൾ അത്ര സുരക്ഷിതമായി മയക്കുമരുന്നൊക്കെ ആയിട്ട് കഴിയുകയാണ്. അപ്പോൾ അലിഖിതമായ ഒരു നിയമമാണ്. ആര് പരോളിൽ പോകുന്നു ആൾ തിരിച്ചു ചെല്ലുമ്പോൾ മയക്കുമരുന്നുമായിട്ട് അല്ലെങ്കിൽ അതിനുള്ള പണവുമായിട്ട്. അപ്പോൾ അതിനുള്ള പണം സംഘടിപ്പിക്കാനായിട്ട് ഒരു കോപ്പറേറ്റീവ് ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി ഒരു ഗ്യാസ് കട്ടർ ശരിയായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇദ്ദേഹത്തെ വന്ന് വിളിക്കുക. വളരെ ആദർശമായിട്ട് വന്ന് വിളിച്ചിട്ട് എൻ്റെ കൂടെ ഒന്ന് വരണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ധാരണ കള്ളന്മാരുടെ കാരണം എപ്പോഴും കള്ളത്തരത്തില്ല ഒരു മനുഷ്യനുണ്ടാവില്ല, ആരെങ്കിലും കൊല്ലാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ ആ കിട്ടുന്ന പണമായിട്ട് എനിക്ക് വളരെ ഈ കോപ്പറേറ്റീവ് ബാങ്കൊന്നും കൊള്ളയാതെ തന്നെ കിട്ടുമെന്ന് വിചാരിച്ച് ഇദ്ദേഹം ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ സന്ദേശത്തിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് മനുഷ്യൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കൊലപാതകം ചെയ്ത് 10-14 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചതാണ്. അതിനിടയ്ക്കാണ് എനിക്ക് മനസ്സിലാക്കിയത് യഥാർത്ഥത്തിൽ ആ കൊല ചെയ്തത് ഞാനല്ല, എന്നിൽ പ്രവർത്തിച്ച മയക്കുമരുന്നാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ആ നിമിഷമാണ്. അതിനുശേഷം എന്നെ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോളേജുകളിലും സ്കൂളുകളിലും ഇതുപോലുള്ള പ്രാർത്ഥന സങ്കേതങ്ങളിലൊക്കെ ചെന്നിട്ട് മയക്കുമരുന്ന് നിങ്ങൾക്ക് വലിയ വിപത്തുണ്ടാക്കി തരും, നിങ്ങളെ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും, അതുകൊണ്ട് അതിന് അടിമപ്പെടരുതെന്ന് പറയാനാണ്. ഈ ഒരു വാക്ക് കേട്ടപ്പോൾ സത്യത്തിൽ റെനി ജോർജിന്റെ മനസ്സിൽ ഈ കൊല ചെയ്തത് ഞാനല്ലോ, ഒരു കുറ്റത്തിൽ നിന്നൊരു മോചനം ലഭിച്ച ഒരു വലിയ ആനന്ദം. ഇതിന്റെ ഈ കുറ്റവാളി ഞാനല്ല, എന്നിൽ പ്രവർത്തിച്ച മയക്കുമരുന്നാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നത്. ആ നിമിഷം അവിടെ നിന്ന് അദ്ദേഹം ഇറങ്ങിയപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ പറയുന്നത് നിങ്ങൾക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉള്ള സമയത്ത് നിങ്ങൾ വായിക്കേണ്ടത് ഇയ്യോബിന്റെ പുസ്തകമാണ്. അത് മനസ്സിലിട്ടുകൊണ്ടാണ് ഇദ്ദേഹം വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഇയ്യോബിന്റെ പുസ്തകം എടുത്ത് വായന തുടങ്ങിയതിന്റെ
കണ്ണീർ നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുക. അവസാനം ആ തവണ ഇയാൾ ജയിലിലേക്ക് തിരിച്ചു പോകുന്നത് ഒരു മാറാപ്പിൽ ഈ വിശുദ്ധ ഗ്രന്ഥവും വെച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, സംഗതി എല്ലാം ഇല്ലേ, ഓക്കെയാണ്, എല്ലാവരും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് സ്റ്റീഫൻ, വെള്ളത്തോൾ സ്റ്റീഫൻ, അതുപോലെയുള്ള ഭീകരന്മാരാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പൊ എല്ലാം റെഡിയാണെന്ന് പറഞ്ഞ് തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ ബൈബിളാണെന്ന് കണ്ട് ഇദ്ദേഹം ഈ റെയിനിയെ ചവിട്ടുകയും അടിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷെ അവിടെ നിന്നുകൊണ്ട് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനുശേഷം പുറത്തു കടന്ന് ഈ മനുഷ്യൻ നിന്ന് ജയിലിൽ പോകുന്ന ആളുകളുടെ മക്കളെ എടുത്ത് വളർത്തുകയും സംരക്ഷണം കൊടുക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് അതിന് പറ്റുന്ന രീതിയിൽ ഒരു ഭാര്യയെ കിട്ടിയിട്ടുണ്ട്. ഭാര്യയും ഒരു കാലത്ത് മയക്കുമരുന്നിന് അടിമയായി, ഒരു നേഴ്സായി. അപ്പോൾ അദ്ദേഹം ആ സ്ത്രീ ഇദ്ദേഹത്തിന് വേണ്ടി പരിചരണങ്ങൾ എന്തെങ്കിലും കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യാൻ ഇങ്ങനെ ഒരു മോചനം ആഗ്രഹിക്കുന്നതാണ്. അവസാനം ഒരു കല്യാണം കഴിച്ചു. ഇവരിപ്പോൾ ഇത്തരം ആളുകളെ സേവിച്ച് ഇപ്പൊ ഞാനീ പറഞ്ഞു വന്നത്, ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ അഴിമതികളും അല്ലെങ്കിൽ കള്ളൻ തരം ചെയ്യുന്നു പറയുന്ന വൃത്തികെട്ടവരെന്ന് നമ്മൾ പറയുന്ന മനുഷ്യരിൽ ഒരു നന്മയുടെ അംശമുണ്ട്. ഒരു 15% നന്മയില്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തുണ്ടാകും. ആ നന്മയെ ഊതി വളർത്തിക്കൊണ്ടുവരാൻ, ഈ തിന്മയെ കുറിച്ച് പറയാതെ നന്മയിലേക്ക് തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ ജയിൽവാസികളെയും നന്നാക്കി എടുക്കാനായിട്ട്. അങ്ങനെ നന്നാക്കിയെടുക്കാൻ ലോകത്ത് 15% ആളുകൾ ശുഭചിന്തയിലുമായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. അവര് സ്വമനസാരം മുന്നോട്ട് വരികയും അത്തരം പ്രവർത്തികൾ ഉണ്ടാകുകയും ചെയ്ത് ഒരു നന്മയുടെ ഒരു സൂര്യോദയം നമുക്കിവിടെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇതില്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ സംഭവിച്ച പോലെ മുല്ലപ്പൂ വിപ്ലവം, വലിയ ഭീകരരായിരുന്ന ആളുടെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭീകരരായിട്ട് നടന്നായിരുന്ന എലിക്കുഞ്ഞ് പൊത്തിൽ ഒളിക്കുന്നത് പോലെ ഒളിച്ചിരുന്നിടത്തു നിന്ന് പാന്തി എടുത്തുകൊണ്ടുവന്ന് തൂക്ക് കയറിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയും അവിടെ ഇപ്പോൾ രാജ്യത്ത് മൊത്തം മാറ്റങ്ങൾ ഉണ്ടായെന്ന് അറിയില്ല. പക്ഷെ ഇത്തരം അഴിമതികളും അക്രമങ്ങളും ചെയ്യുന്നവരെ ഒരു കാലത്ത് സമൂഹം കാർക്കിച്ചു തുപ്പുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അത് വരുന്നതിന് മുമ്പ് ഇത്തരം നല്ല പ്രവർത്തികൾ ചെയ്യാൻ ദൈവ മനസ്സുള്ളവർ അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളിലേക്ക് വരികയും ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കുകയും ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ഈ ലോകം അധപതനത്തിലേക്ക് പോകും, അതിൻ്റെ ഭീകരതയിലേക്ക് പോകും. ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടായേ പറ്റും. അതിനെവിടെയെന്നെങ്കിലും ഒരു നാമ്പ് എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിദേശത്തുണ്ടായതുപോലെ മുല്ലപ്പൂ വിപ്ലവം ഇവിടെ ഉണ്ടാകുന്നുള്ള കാര്യം താല്പര്യം. ജോഷി പറഞ്ഞ ചേർത്ത് എനിക്കൊരു കാര്യം പറയുന്നത്, വലിയൊരു പാഠമായി രമി ജോർജ് വരുന്നത്. മയക്കുമരുന്നിന് അനുഭവപ്പെട്ട ഉത്തരവാദിത്വ ബോധമില്ലാത്ത മ്ലേച്ഛമായ ജീവിതം നയിക്കുന്ന ഒരാളാണ്. പക്ഷെ ആ മനുഷ്യനോടൊരു നല്ല വാക്ക് പറയാൻ ഒരാളുണ്ടായപ്പോൾ 180 ഡിഗ്രി ആംഗിളിൽ ആ മനുഷ്യൻ തിരിഞ്ഞു വന്നു. വളരെ പ്രശസ്തയായ IPS ഓഫീസറാണ് ഡൽഹിയിലെ കിരൺ ബേദി. അവര് തീഹാർ ജയിലിന്റെ ചുമതലക്കാരിയെ കുറച്ചു കാലം. വളരെ ഗൗരവമായ വ്യത്യാസം അവർ ജയിലിൽ വരുത്തി. അവര് കുറ്റവാളികളെ പൂട്ടിയിടാനുള്ള സ്ഥലമല്ല, കുറ്റവാളികളെ മാനസാന്തരപ്പെടുത്താനുള്ള സ്ഥലമായിട്ട് ജയിലിനെ മാറ്റി. ഒത്തിരി പേർക്ക് മാനസാന്തരം വന്നിട്ടുണ്ട്. ഒരു കുറ്റവാളി സ്വയം കുറ്റവാളിയായതല്ല, ചിലപ്പോ ജന്മനാ ഒരു കുറ്റവാസന കാണും. പക്ഷെ ആ വാസനയെ ഊതി കത്തിച്ച് എടുക്കുന്നത് സമൂഹമാണ്. അതെല്ലാവരും ഇങ്ങനെയുള്ള ചെറിയ വാസനകൾ കിടക്കുന്നു കുറച്ചുണ്ടാവും. പക്ഷെ സമൂഹം അതിനെ ഊതി കത്തിച്ചെടുക്കുമ്പോൾ അവര് നല്ല കുറ്റവാളികളായി. ഇപ്പൊ ആ മധുവിനെ കൊന്ന ആളുകളും എനിക്ക് തോന്നുന്നില്ല ചുറ്റുപടുന്നത് എല്ലാ ആളുകളും കുറ്റവാളികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന കുറ്റവാസനയുള്ള സംരക്ഷിക്കപ്പെടുന്ന ചില കുറ്റവാളികൾ ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടെ കൂടിയപ്പോൾ എല്ലാവരും കുറ്റവാളികളായി. ഇങ്ങനെ ഒരു ഉദ്ദേശം പോലും ഇല്ലാതിരുന്നവരും കുറ്റത്തിൽ പങ്കാളികളായി. ഞാൻ പറയുന്നത്, നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്, പരിഹരിക്കേണ്ടത് സമൂഹത്തിന്റെ കുറ്റവാസന. ഇല്ലെങ്കിൽ സമൂഹത്തിന്റെ കുറ്റവാസന പരിഹരിക്കാനുള്ള സംവിധാനങ്ങളാണ്. ഞാനിപ്പോ എത്തിക്സ് പഠിപ്പിക്കുന്ന ഒരാളാണ്. ഈ മതങ്ങളും ധാർമ്മികതയും ഇതെല്ലാം സമൂഹത്തിന്റെ കുറ്റങ്ങൾ പരിഹരിക്കാവുന്നതാണ്. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ മനുഷ്യ മനസ്സിൽ നന്മ ഈ കുഞ്ഞു പ്രായം മുതലേ വളർത്തിയെടുക്കണം. കൊച്ചുങ്ങളെ നന്മ പഠിപ്പിക്കണം. നന്മയിലൂടെ വളർന്നവരെ പറ്റി പഠിപ്പിക്കണം. മീഡിയനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ സീരിയലുകൾ കണ്ടാൽ ഏത് പെങ്കൊച്ചും കുറ്റവാളിയാവും ഉറപ്പാണ്. ഭീകരതയും പിന്നെ വേറെ എന്താ കൂടാലോചനയും കണ്ടു ഒരു കാരണവശാലും കാണരുത് എന്ന് നിരോധിക്കേണ്ട ഒരു സാധനം കേരളത്തിലെ പല മലയാളം സീരിയലുകൾ. നമ്മുടെ പത്രത്തിൽ വരുന്ന വാർത്ത എന്നതാണ്, ഒരു വലിയൊരു കണ്ടുപിടുത്തം നടത്തിയാൽ, ഒരു മരുന്ന് കണ്ടുപിടിച്ചാൽ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ലൊരു കാര്യം കണ്ടുപിടിച്ചാൽ ഏതെങ്കിലും ഉൾപ്പെടുന്ന വാർത്ത
ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനൊരുത്തൻ പീഡിപ്പിച്ചാൽ അത് വലിയ സ്റ്റാർ വാല്യൂ ഉള്ള വാർത്തയാണ്. നമ്മൾ നെഗറ്റീവ്സ് പഠിപ്പിക്കുന്ന സമൂഹത്തെ അത് തിരിച്ചു മാറ്റണം. നല്ല കാര്യം പത്രത്തിന്റെ ഓർമ്മ പേജിൽ വരട്ടെ, നല്ല ആശയമുള്ള സിനിമകൾ വരട്ടെ, മനുഷ്യ സ്നേഹത്തിന്റെ മഹത്വം കാണിക്കുന്ന ഈ കാര്യങ്ങളെ മതങ്ങളൊന്നും പഠിപ്പിക്കട്ടെ. ഈ വർഗീയതൊന്നും വേണ്ട, ലഹളയൊന്നും വേണ്ട. യേശുവിനെ പറ്റി പഠിപ്പിച്ചാലും ശ്രീബുദ്ധനെ പറ്റി പഠിപ്പിച്ചാലും മഹാവീരനെ പറ്റി പഠിപ്പിച്ചാലും ഒത്തിരി നന്മകൾ നമുക്കതിൽ പഠിപ്പിക്കാനുണ്ട്. പക്ഷെ അതിന് പകരം പലപ്പോഴും വരുന്നത് സ്വന്തം നന്മ പറയുന്നതിനേക്കാൾ നല്ലത് വേറൊരുത്തിന്റെ കുറവുകളും തിന്മകളും തോടുകളൊക്കെ ചൂണ്ടിക്കാണിക്കാം. അവരും പറയുന്നത് തിന്മ തന്നെയാണ്. ഇതൊക്കെ കുറ്റകൃത്യങ്ങളായിട്ട് അല്ലെങ്കിൽ കുറ്റകൃത്യം വർദ്ധിപ്പിക്കുന്ന വാസനകള് സമൂഹത്തിലേക്ക് കടത്തിവിടുന്ന ഒരു എന്താ പറയാ മീഡിയ, ഗൗരവമായിട്ട് ആ മീഡിയ ആയിട്ട് ഈ മതങ്ങൾ മാറുന്നത്. രാഷ്ട്രീയക്കാര് തന്നെ ഗാന്ധിസത്തിലെ കോൺഗ്രസിൽ എവിടെയാ ഗാന്ധിസം ഇരിക്കുന്നത്? ഒരു ഗാന്ധിസം ഒന്നുമില്ല. കമ്മ്യൂണിസത്തിലെ മാർക്സിസം അവിടെ ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ പിന്നെ അഴീക്കോട് സാറ്, കുമാർ അഴീക്കോട് സാറ് ഒരിക്കൽ പ്രസംഗിച്ച് പറഞ്ഞത്, കോൺഗ്രസ്സുകാരെ തന്നെ വിളിച്ചുകൊണ്ടൊന്നും പറ്റില്ല. ഒരു കോൺഗ്രസ്സുകാരനായി മരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ എന്നെക്കാൾ മുമ്പ് കോൺഗ്രസ് മരിച്ചതുകൊണ്ട് എൻ്റെ ആഗ്രഹം അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഈ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമുക്ക് പിന്നെ AK പുതുശ്ശേരി സാറിലേക്ക് ചെല്ലാം. സാർ പറഞ്ഞോളൂ. സാർ എന്താണ്? എനിക്ക് ഈ അച്ഛൻ പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് പറയാനൊരു സംഗതിയുള്ളൂ. മാതാപിതാക്കളാണ് ആദ്യം കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നന്മ അവരിലേക്ക് കൊടുക്കണം. അതിനെ മാതാവും പിതാവും നമ്മുടെ ജീവിതം നയിക്കണം. സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ട്, ഒരു പിതാവിൻ്റെ ജീവിതമാണ് പുത്രൻ്റെ പാഠശാല, മാതാവിൻ്റെ ജീവിതമാണ് പുത്രിയുടെ പാഠശാല. അപ്പോൾ ഈ മാതാവും പിതാവും അങ്ങനെയുള്ള കുടുംബത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാവുകയും അവിടെ പ്രാർത്ഥനാനിരതമായ സത്യസന്ധമായ ജീവിതം നയിക്കുകയും ചെയ്താൽ ഇവിടുന്ന് ചെറിയ കാലത്തെ അവർ നന്മയിലേക്ക് വരും. ഇപ്പോൾ സാധാരണ ഒരു നമ്മൾ എപ്പോഴും വായിച്ചു കേൾക്കുന്നതാണ്, അച്ഛൻ കട്ടിലിന്റെ അടിയിലും ഇല്ല, ഇവിടെ ഇല്ല, അച്ഛൻ പുറത്തു പോയി. നീ പറഞ്ഞോടാ, ആര് വിളിച്ചാലും അച്ഛൻ പുറത്തു പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി നിഷ്കളങ്കനായതുകൊണ്ട് അവൻ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ പുറത്തു പോയി, കട്ടിലിന്റെ അടിയിൽ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ഇവിടെ ആരാണ് തെറ്റ് ചെയ്യുന്നത്? കുഞ്ഞല്ല തെറ്റ് ചെയ്യുന്നത്, മാതാവാണ് അല്ലെ പിതാവാണ്. അപ്പൊ ഇവിടെ അവര് തിരുത്തണം. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് അവർ പരസ്പരം ബഹളം ഉണ്ടാക്കും, അവർ പരസ്പരം വഴക്ക് പറയും, അവർ പരസ്പരം ചീത്ത പറയും, അല്ലെങ്കിൽ കുറ്റങ്ങൾ പറയും. ഇതാണ് കുഞ്ഞ് കേട്ട് പഠിക്കുന്നത്. ഇങ്ങനെ പഠിക്കുമ്പോഴാണ് അവൻ്റെ ഉള്ളിൽ ഈ വാസന വരുന്നത്. ഇങ്ങനെ വാസന വരാതിരിക്കണമെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ കുടുംബത്തിൽ നല്ല ജീവിതം നയിക്കണം. അതുപോലെ തന്നെ നല്ല പുസ്തകങ്ങൾ, ഇപ്പം അച്ഛൻ സൂചിപ്പിച്ച പോലെ ജീവചരിത്രങ്ങൾ വായിപ്പിക്കണം കുഞ്ഞുങ്ങളെ കൊണ്ട്. നല്ല ജീവചരിത്രങ്ങൾ വായിപ്പിക്കണം. നമുക്ക് പുസ്തകങ്ങളില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ പോയി വായിക്കുന്നത് ഇപ്പം ആദ്യം തന്നെ പീഡനം ചെയ്ത കാര്യമാണ് പത്രത്തിന് മുന്നിൽ വരുന്നത്. വലിയ പത്രങ്ങൾ, അതാണ് ഏറ്റവും വലിയ തമാശ. ഇവിടുത്തെ വലിയ പത്രങ്ങൾ, എല്ലാ വീടുകളിലും ചെല്ലുന്ന പത്രങ്ങളുടെ മുൻപിലും ഈ പീഡനം തന്നെയാണ് വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റി? കുഞ്ഞെന്താണെന്ന് അന്വേഷിക്കും, എന്താണ് ഈ പീഡനം. എനിക്കറിയാം 5 വയസ്സുള്ള കൊച്ച് ആ പത്രത്തിന്റെ തലക്കെട്ട് കണ്ടിട്ട്, അയ്യോ ഇതെന്താണ് ഈ ഉടുപ്പില്ലേ പെണ്ണിന് എന്ന് ചോദിച്ചു. പെണ്ണിന് ഉടുപ്പില്ലേന്ന് ചോദിച്ചു. ആ കൊച്ചു ഉടുപ്പിടിച്ചാണ് നടത്തുന്നത്. ആണ് ഇപ്പം ഈ വലിയ ആൻറ്റിക്ക് ഉടുപ്പില്ലേ എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്. ഇത് എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്? നമ്മുടെ പത്രങ്ങളെ കർശനമായി പണ്ട് കാലത്ത് സെൻസറിങ് ഒക്കെ ഉണ്ടായിരുന്നു, അത് മുഴുവനും പോയി. ഇപ്പോൾ ഒരു സെൻസറിങ്ങും ഇല്ല. അവന് തോന്നുന്ന പോലെ പത്രം ഇറക്കുക, അവൻ്റെ പരസ്യത്തിന് വേണ്ടി പത്രം ഇറക്കുക, അവൻ്റെ ഈ മനുഷ്യ മനസ്സിൽ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവരിക. അതൊക്കെ മാറ്റിയിട്ട് അച്ഛൻ പറഞ്ഞ പോലെ നന്മയുടെ വശങ്ങൾ ഉണ്ടാകണം. ആദ്യത്തെ പേജിൽ തന്നെ നന്മയുടെ വശങ്ങൾ ഉണ്ടാവില്ല. പണ്ട് പത്രങ്ങൾ, പണ്ടല്ല ഇപ്പോഴും കൊള്ളാവുന്ന പത്രങ്ങൾക്ക് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് തന്നെ ഉണ്ട്. പക്ഷേ ഇപ്പൊ ഓംബുഡ്സ്മാൻ എന്താ ചെയ്യുന്നത്?